ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ഒഴിച്ചുകറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇതേപോലെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 പച്ചമുളക് കൂടി നമ്മൾ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വലിയ സ്പൂണിന് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി നമ്മൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറ്റൽമുളകും മല്ലിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം മല്ലിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങും വറുത്തെടുക്കണ്ട. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഇതേ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ അതിലേക്ക് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് അല്പസമയം നമുക്ക് ഈ മത്തങ്ങ വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ തേങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന പുളിയില്ലേ, അത് പിഴിഞ്ഞ് ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ആദ്യം ഒന്ന് ഒഴിച്ച് നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പൊ നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പുളിയുടെ അളവൊന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ പുളിയുടെ ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിയുടെ ആ ഒരു ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ തീ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകുമാണ് കടുക് വറുത്തൊഴിക്കുന്നത്. അപ്പൊ ചെറിയുള്ളി വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും മുളകും മൂത്തതിന് ശേഷം ഒരല്പം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.